ഫ്രാൻസിലെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക ബജറ്റ് ഇരട്ടിയാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അടുത്ത 2 വർഷത്തിനുള്ളിൽ സൈനിക ആവശ്യങ്ങൾക്കായി 6.5 ബില്യൺ യൂറോ അധികമായി ചിലവഴിക്കാനാണ് നീക്കം. 2027ഓടെ ഫ്രാൻസിലെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കുമെന്നാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യാന്തര തലത്തിലെ മാറ്റങ്ങളും ഭീഷണികളും ഉയരുന്ന സാഹചര്യത്തിലാണ് നേരത്തെ തീരുമാനിച്ചതിലും 3 വർഷം മുൻപ് പ്രതിരോധ ബജറ്റ് കൂട്ടുമെന്ന് മാക്രോൺ അറിയിച്ചത്. 2017 ബജറ്റ് 2030ഓടെ ഇരട്ടിയാക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. റഷ്യയുടെ ഭീഷണി, തീവ്രവാദ ആക്രമണം, ഓൺലൈൻ ആക്രമണങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. യൂറോപ്പിനെ സംരക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളുടെ ഭാഗമായി 2027ഓടെ പ്രതിരോധ രംഗത്തെ വാർഷിക ചിലവ് 66 ബില്യൺ യൂറോയായി ഉയർത്താനാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. 2017 മക്രോൺ പ്രസിഡന്റായിരുന്ന സമയത്ത് ഇത് 32 ബില്യൺ യൂറോ ആയിരുന്നു. 2026 ബജറ്റിൽ 40 ബില്യൺ യൂറോയുടെ കുറവ് നികത്താൻ പാടുപെടുമ്പോൾ പോലും സൈനിക ചെലവിനുള്ള പണം സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച് കണ്ടെത്തുമെന്ന് അദ്ദേഹം പറയുന്നു. യൂറോപ്പിന്റെ സുരക്ഷയെ കരുതി ഫ്രാൻസ് കൂടുതൽ പണം സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കും. കടം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ഫ്രാൻസിന് ഇത് സാധിക്കുമെന്നും പ്രസിഡന്റ് ഉറപ്പിച്ചു പറഞ്ഞു. നമ്മുടെ സൈനിക സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യവും അഭേദമായി ചേർന്ന് കിടക്കുന്നവയാണ്. കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെയും കൂടുതൽ ഉൽപ്പാദനക്ഷമതയിലൂടെയും മാത്രമേ ഇത് വർദ്ധിപ്പിക്കാനാകൂ എന്നും മക്രോൺ പറഞ്ഞു. വലതുപക്ഷ പാർട്ടികളും തീവ്ര വലതുപക്ഷ പാർട്ടികളും സൈനിക ചിലവുകൾ കൂട്ടുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ സാമൂഹിക ക്ഷേമത്തിനായുള്ള പണം സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് ശരിയല്ല എന്നാണ് ഇടതുപക്ഷ പാർട്ടികളുടെ വാദം. 1945 മുതൽ ഇത്രയധികം ഭീഷണി നേരിട്ടിട്ടില്ല. റഷ്യയുടെ ഉക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളും യൂറോപ്പിന് ഭീഷണിയാണ്. കൂടാതെ അമേരിക്കയുടെ നിലപാടുകളിലുള്ള മാറ്റങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നും മക്രോൺ പറഞ്ഞു. ചില വിദേശ ഗവൺമെന്റുകൾ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളും കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങളും അപകടകരമാണെന്നും പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഫ്രാൻസിന്റെ ആണവായുധങ്ങൾ യൂറോപ്പിനെ എങ്ങനെ സംരക്ഷിക്കുമെന്നതിനെക്കുറിച്ച് യൂറോപ്യൻ പങ്കാളികളുമായി ചർച്ചകൾ നടത്താൻ ഫ്രഞ്ച് സൈനിക മേധാവികളോട് മക്രോൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഫ്രാൻസും ബ്രിട്ടനും സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.